ഇവിടെ വരുമായിരുന്നു. അപ്പം ഞാൻ സൈഡിലിരുന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഇളയതൊരു പെങ്കൊച്ചാണ്. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ട്. അവൾ പറയും, മമ്മി പോയി എടുത്തു, ഏതൊക്കെയാലും നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമല്ലേ, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, മമ്മി പോയി ഉടമ്പടി എടുത്തോളാം പറയും. അപ്പം ആദ്യം ഒരു പ്രാവശ്യം 2019 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് അച്ഛൻ ഈ ടോക്കിന് അത് പറയുന്ന പോലെ ഉഴപ്പി നടന്ന ഒരു ടീമായിരുന്നു. കറക്റ്റായിട്ട് അത് ഉടമ്പടി നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ പക്ഷേ ഞാൻ മിക്കവാറും എല്ലാ മാസം തന്നെ ഇവിടെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് ആ ഉടമ്പടി ഇതില്ല. പിന്നെ കൊച്ചിന് B2 ആയപ്പം ഞാൻ ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ എല്ലാ നിയമങ്ങളും ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പിന്നെ ആ സമയമാണ് കുഞ്ഞിൻ്റെ എക്സാമിൻ്റെയും ഓരോ കാര്യങ്ങളും വന്നത്. പിന്നെ ഞാനിവിടെ ഉടമ്പടി വെച്ചപ്പം ആദ്യം ഒന്നും എഴുതിയില്ല. ഒന്നാമത്തെ നിയോഗം അമ്മ മാതാവിനെ ഞാൻ വിട്ടുകൊടുത്തു. അമ്മ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതിനാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ, അമ്മ അത് ഏതാണെന്ന് എഴുതി ചേർത്തോണേന്ന് പറഞ്ഞ് ആദ്യത്തെ ഇത് വിട്ടു. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലി എൻ്റെ അമ്മയ്ക്ക് നമ്മൾ ചെക്കപ്പ് ചെയ്യുന്ന പോലെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് യൂട്രസിന് തടിപ്പുണ്ടെന്ന് അന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തടിപ്പ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് എല്ലാവരും ചെയ്ത് പറഞ്ഞു, പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യണം, പ്രോബ്ലം ഉള്ളതാണ് ഇതെന്ന് പറഞ്ഞു. അന്നേരം തൊട്ട് എനിക്ക് കരച്ചിലും സങ്കടം എല്ലാം ആയി. ഞാൻ പിന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ക്യാൻസറിൻ്റെ സെല്ലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇനി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും ആയിട്ടുണ്ടോ എന്ന് അറിയണം, ഫുൾ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ സ്കാനിങ്ങിന് കറക്റ്റ് കയറ്റി അമ്മ ഉടമ്പടി തൈലം നെറ്റി പുരട്ടി കയറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. ആ സമയം അമ്മ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഞാൻ പുറത്ത് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും. അമ്മയുടെ ദേഹത്തെല്ലാം ഞാൻ ഉടമ്പടി തൈലം. പക്ഷേ അമ്മയ്ക്ക് എന്നാന്ന് അറിയത്തില്ലായിരുന്നു, അതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു ഇത് നോർമലി പോലെ. പക്ഷേ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ എല്ലാ സ്റ്റാഫിനും അറിയാം അമ്മയ്ക്ക് ഇന്ന പോലെ ഇത് പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെന്ന്. പിന്നെ സ്കാൻ ചെയ്തു, അകത്ത് കയറി ഞങ്ങൾ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങും സ്പ്രെഡ് ആയിട്ടില്ല എന്ന് അറിഞ്ഞു. പക്ഷേ അന്നേരം ജസ്റ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ പോയിന്റ് കാണുന്നുണ്ട്, എന്തോ പോയിന്റ് ഔട്ട് ചെറുത് കാണിക്കുന്നുണ്ട്, മൈനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ്ടും ടെൻഷനാണ്. പക്ഷേ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടർ ഉണ്ണി കാരിത്താസ് ഞാൻ കൊണ്ട് കാണിച്ചു. എന്നിട്ടേക്ക് ഡോക്ടർ പറഞ്ഞു ബയോപ്സി പെട്ടെന്ന് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാമിന് കയറ്റി. ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ജപമാലയും ചൊല്ലിക്കൊണ്ടിരുന്നു. അമ്മ ഡോക്ടർ കയറി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആരാ പറഞ്ഞത് ഇതുണ്ടെന്ന്, അമ്മയ്ക്കോ ഒരു സിസ്റ്ററിനോ ബ്രസ്റ്റിനോ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ 3-4 മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, എങ്ങും സ്പ്രെഡായിട്ടും ഇല്ലായിരുന്നു. ആ യൂട്രസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എടുത്ത് കളഞ്ഞുകൊണ്ട് ആ പ്രോബ്ലം അവിടെ നിന്ന് മാറി. അപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം, അതായത് ഇപ്പോൾ ഈ മാസം അല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ സങ്കടപ്പെടേണ്ടതും ദുഃഖിക്കേണ്ടതും വരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അമ്മ അതിൽ നിന്ന് രക്ഷിച്ചത്. പിന്നെ B2 പാസ്സാവുന്ന കാര്യമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ദൈവത്തിലേക്ക് ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പ്രാർത്ഥിക്കാനും രാവിലെ സ്കൂളിൽ പോകുമ്പോഴും